കഴിഞ്ഞ ദിവസം നമ്മൾ കഥയമമയിൽ രമണ മഹർഷിയുടെ മരണാനുഭവത്തെക്കുറിച്ച് പറഞ്ഞത് ഒരുപാട് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റി. ഒരുപാട് പേർ വിളിക്കുകയും നമുക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ രമണ മഹർഷിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തോടുള്ള വിശ്വാസം, ഭക്തി, അദ്ദേഹത്തിൻ്റെ ആത്മീയ തലത്തിലെ കരുത്ത് ഒക്കെ തിരിച്ചറിയുന്ന ഒട്ടേറെ മലയാളികളുണ്ട് എന്ന് അറിയുന്നത് വലിയ സന്തോഷമാണ്. അപ്പോൾ എനിക്കൊരു വലിയ സംശയം ചോദിക്കാനുള്ളത്, നമ്മുടെ നാരായണ ഗുരുദേവൻ, ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൻ്റെ ഒരു ചിഹ്നമാണല്ലേ, അഭിമാനമാണ്. ശങ്കരന് ശേഷം അവർ സമകാലീനരാണ്. അതെ, സമകാലികരാണ്. ശങ്കരനും നാരായണ ഗുരുദേവനുമാണ് കേരളത്തിൻ്റെ രണ്ട് അടയാളങ്ങൾ. അങ്ങനെയുള്ള ശ്രീനാരായണ ഗുരുദേവൻ എപ്പോഴെങ്കിലും രമണ മഹർഷിയെ കണ്ടിട്ടുണ്ടോ? അവർ സമകാലികരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ തിരുവണ്ണാമലയിൽ പോയി കണ്ടു 1916. അങ്ങനെ അവർ തമ്മിൽ കണ്ട ശേഷം അവർ തമ്മിൽ കണ്ടു. പക്ഷെ ഒരുപാട് സംസാരിച്ചിട്ടൊന്നുമില്ല. ഗുരുക്കന്മാർ തമ്മിൽ അങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഗുരു ഇവിടുന്ന് പോയി. അത് കഴിഞ്ഞ് തിരുവണ്ണാമലയിൽ കണ്ട ശേഷം, ആ മലയുടെ ചുവട്ടിൽ വെച്ച് കണ്ട ശേഷം തിരുവണ്ണാമല ആശ്രമത്തിലെ ചാമ്പമര ചുവട്ടിൽ വച്ചിട്ട് ശ്രീനാരായണ ഗുരു കൂടെ ഉണ്ടായിരുന്ന സ്വാമി വിദ്യാനന്ദയ്ക്ക് ചൊല്ലിക്കൊടുത്തതാണ് നിർവൃതി പഞ്ചകം. അവിടെ ഇരുന്നായിരുന്നു അല്ലേ? തിരുവണ്ണാമല ആശ്രമത്തിന് മുന്നിലെ ചാമ്പമരം, നിർവൃതി പഞ്ചകം. ഈ മറ്റേ ഗുരു അവിടെ ആ ചാമ്പമര രമണ മഹർഷിയെ കണ്ട ശേഷം കണ്ട് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു. അതിനുശേഷം ചാമ്പമര ചുവട്ടിൽ പറഞ്ഞു കൊടുത്ത് എഴുതിക്കുന്നതാണ് നിർവൃതി പഞ്ചകം. രവീന്ദ്ര സാർ അവിടെ പോയിട്ടില്ലേ? ആ ചാമ്പമരം ഉണ്ടോ അവിടെ? അതെനിക്ക് ഓർമ്മയില്ല പെട്ടെന്ന്. എന്താന്ന് വെച്ചാൽ ഞാൻ പോയി നിൽക്കുന്ന ആശ്രമത്തിൻ്റെ ആ ഭാഗം, ആ ധ്യാനിക്കാനുള്ള ഹോളും ഒക്കെ ചേർന്ന ഭാഗമാണ്. ഇത് അപ്പുറത്ത് മലയുടെ ഭാഗത്തുള്ള ഒരു സംഭവമാണ് ഈ പറയുന്നത്. ഗുരുവിന് ഇന്നത്തെ നിലയ്ക്ക് ആ ആശ്രമം ഉണ്ടാകുന്നതിന് മുമ്പാണ്. ഒരു പക്ഷേ അതൊക്കെ മുറിച്ചു മാറ്റപ്പെട്ടു പോയിട്ടുണ്ടാവും അല്ലേ? എന്നാലും ഈ മാവ് അങ്ങനെ കുറേ മരങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. അല്ല, അവിടെ അങ്ങനെ ഒരു ചാമ്പമരം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ചാമ്പമരം ഉണ്ടായിരുന്ന സ്ഥലം അറിയുമെങ്കിൽ അവിടെ ഒന്ന് ഇരിക്കാൻ കഴിഞ്ഞാൽ എന്ത് വലിയ പുണ്യമായിരിക്കും. അതെ അതെ. അതിപ്പോൾ ഗയയിലൊക്കെ പോയിട്ട് ബുദ്ധന് മറ്റേ ജ്ഞാനോദയം കിട്ടിയത് ആൽമരച്ചോട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ആൽമരച്ചോട്ടിൽ ഇരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് പിൽക്കാലത്ത് ശശാങ്കൻ എന്ന് പറഞ്ഞ രാജാവ് ബുദ്ധനോടുള്ള വിരോധം കാരണം ആ ആൽമരം വെട്ടിയിരുന്നു, പിന്നെ വെച്ചതാണ് എന്നൊക്കെ വായിച്ചത്. അപ്പോൾ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ സ്വാമി ഗോവിന്ദാനന്ദ കാഞ്ചീപുരത്ത് 1916 ശ്രീനാരായണ സേവാശ്രമം സ്ഥാപിച്ചു ഈ വർഷം. അപ്പോൾ ഗുരു ശിഷ്യരായ സ്വാമി അച്യുതാനന്ദ, സുഗുണാനന്ദ, വിദ്യാനന്ദ എന്നിവരോടുകൂടി ഇതിൻ്റെ ഉദ്ഘാടനത്തിനാണ് പോകുന്നത് ഈ കാഞ്ചീപുരത്ത്. അപ്പോഴാണ് ഈ തിരുവണ്ണാമല സന്ദർശനവും ഉണ്ടാകുന്നത്. ചടങ്ങിൻ്റെ അവസാനം കുന്നക്കുടി മഠാധിപതി അദ്വൈതാനന്ദ, കോവിലൂർ മഠാധിപതി ഗണപതി സ്വാമി, രമണാശ്രമത്തിലെ പളനിസ്വാമി, മലയാളിയായ പളനിസ്വാമിയെ പറ്റി മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പളനിസ്വാമി തുടങ്ങിയവർ ഗുരുവിനെ ഓരോരോ ആശ്രമങ്ങളിലേക്ക് ക്ഷണിച്ചു. ഞങ്ങളുടെ ഈ ആശ്രമത്തിലൊന്ന് വരണം എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ക്ഷണിച്ചു. പളനിസ്വാമി ശിവഗിരി ആശ്രമത്തിൽ പലതവണ എത്തിയിരുന്നു. അതിനൊക്കെ മുമ്പ് കേരളത്തിലേക്കുള്ള ഈ മടക്കയാത്രയിൽ തിരുവണ്ണാമലയിൽ രമണാശ്രമം സന്ദർശിക്കണമെന്ന് അദ്ദേഹം ഗുരുവിനോട് അഭ്യർത്ഥിച്ചു. ഗുരുവിന് ഉടൻ കേരളത്തിലേക്ക് മടങ്ങേണ്ടിയിരുന്നു. കുന്നക്കുടി, കോവിലൂർ സന്ദർശനങ്ങൾ അദ്ദേഹം മാറ്റിവെച്ചു. മടക്കയാത്രയിൽ തിരുവണ്ണാമലയിൽ എത്തിയിരിക്കും എന്ന് ഗുരു പളനിസ്വാമിയെ അറിയിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം ഗുരു ഗോവിന്ദാനന്ദ ഉൾപ്പെടെയുള്ള ശിഷ്യന്മാരുടെ കൂടെ ചെന്നൈയിലേക്ക് പോയി. മദ്രാസിലെ ഒരാഴ്ചത്തെ പരിപാടിക്ക് ശേഷമാണ് അവർ തിരുവണ്ണാമലയിൽ ചെല്ലുന്നത്. ഗുരുവും ശിഷ്യരും തിരുവണ്ണാമലയിൽ അരുണാചല ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അരുണാചല ക്ഷേത്രത്തിലാണ് കുറേ കാലം തപസ് രമണ മഹർഷിയുടെ.
അത് കഴിഞ്ഞ് അവർ രാവിലെ 10 മണിക്ക് മലയടിവാരത്തെത്തി. രമണ മഹർഷി മലമുകളിലെ സ്കന്ധാശ്രമത്തിലാണ് അപ്പോൾ താമസിക്കുന്നത്. ഇപ്പോഴത്തെ തിരുവണ്ണാമല ആശ്രമം അല്ല, സ്കന്ധാശ്രമം വേറെയാണ്. തൊട്ടപ്പുറത്തുള്ളതാണ് സ്കന്ധാശ്രമം. അതിപ്പോഴും ഉണ്ട്. അടിവാരത്ത് അല്പം വിശ്രമിച്ച ശേഷം ഗുരു ശിഷ്യരോട് പറഞ്ഞു, മഹർഷി ഇവിടെ എത്തിയ ശേഷം ഈ മല ഇറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. നമുക്ക് പോയി കാണാം, മലയുടെ മുകളിലാണെങ്കിലും നമുക്ക് പോയി കാണാം എന്ന് പറഞ്ഞു. അവർ മല കയറാൻ തുടങ്ങി. ഗുരു ശിഷ്യരുമായിട്ട് തമാശകളൊക്കെ പങ്കിട്ടിരുന്നു. ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് നിർത്തിയിട്ട് ഗുരു ശിഷ്യരോട് പറഞ്ഞു, ഒരു വൃദ്ധൻ കാരണം നിങ്ങൾക്ക് ഈ മല മുഴുവൻ കയറേണ്ടി വന്നു അല്ലേ എന്ന് ചോദിച്ചു. ഗുരുവും ശിഷ്യരും മലയ്ക്ക് താഴെ എത്തിയിട്ടുണ്ട് എന്ന് പളനിസ്വാമി മഹർഷി അറിയിച്ചു. മുകളിൽ മഹർഷി അവരെ സ്വീകരിക്കാനായിട്ട് ഇറങ്ങാനായിട്ട് ശ്രമിച്ചു. അപ്പോഴേക്കും ഗുരുവും ശിഷ്യന്മാരും അവിടെ എത്തി. 2 ഋഷിമാരും ഒരു നിമിഷം മുഖാമുഖം നിന്നു നോക്കി. പിന്നെ ഗുരു നടന്ന് ഒരു ചാമ്പ മരത്തിൻ്റെ തണലിൽ വിശ്രമിച്ചു. താഴെ ഇറങ്ങി. ശിഷ്യന്മാർ മഹർഷിയുടെ അരികിൽ ചെന്നു. സ്വാമി അച്യുതാനന്ദ മഹർഷിക്ക് ഗുരുവിൻ്റെ അദ്വൈത ദീപിക, മുനിചര്യ പഞ്ചകം, ബ്രഹ്മവിദ്യാ പഞ്ചകം ഇതൊക്കെ ചിലതൊക്കെ പറഞ്ഞു കൊടുത്തു മഹർഷിക്ക്. ഇതൊക്കെ എഴുതിയ ആളാണ് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞു കൊടുത്തു. ശിഷ്യർ ഗുരുവിൻ്റെ അടുത്ത് തിരിച്ചെത്തി. മഹർഷിയെ കണ്ട ശേഷം തിരിച്ചെത്തി. നിങ്ങൾ അദ്ദേഹത്തെ കണ്ടോ? ഗുരു ചോദിച്ചു. അതെ, ഞങ്ങൾ കണ്ടു എന്നവർ പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, എല്ലാവരും കണ്ടു, ഞാൻ മാത്രം കണ്ടില്ല അല്ലേ എന്ന് ചോദിച്ചു. മഹർഷിയുടെ ആത്മീയ മഹിമ അളക്കാൻ കഴിയില്ല എന്നാണ് ഉദ്ദേശിച്ചത് ആ ചോദ്യം കൊണ്ട്. ആശ്രമ അന്തേവാസികളുടെ അകമ്പടിയോടുകൂടി ശിഷ്യർ സമീപ പ്രദേശങ്ങളൊക്കെ കണ്ടു. വിദ്യാനന്ദ ഗുരുവിനെ ശുശ്രൂഷിച്ച് അടുത്ത് തന്നെ ഇരുന്നു. ദർശനമാലയിലെ ചില പ്രധാന ശ്ലോകങ്ങളൊക്കെ അപ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത് വിദ്യാനന്ദയ്ക്ക്. ഉച്ചയ്ക്ക് രമണ മഹർഷി വിശ്രമിക്കുന്ന ഗുഹയുടെ പുറത്തേക്ക് വാഴയിലകൾ വിരിച്ചു ഭക്ഷണത്തിനുള്ളത്. ഒരു മഹർഷി ശിഷ്യൻ ഗുരുവിനെ ഭക്ഷണത്തിന് ക്ഷണിക്കാനായിട്ട് എത്തി. പിന്നീട് വരാം എന്ന് പറഞ്ഞു. കാരണം ഗുരു ശ്ലോകങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുരു പോകാത്തത് കൊണ്ട് മഹർഷി തന്നെ വന്ന് ഗുരുവിനെ നമുക്ക് ഊണ് കഴിക്കാം എന്ന് പറഞ്ഞ് ക്ഷണിക്കാനായിട്ട് വന്നു. നമുക്കും ഭക്ഷണം കഴിക്കാം മഹർഷി മലയാളത്തിൽ പറഞ്ഞു. ഗുരു എഴുത്ത് നിർത്തി മഹർഷിയെ അനുഗമിച്ചു. ഭക്ഷണം കഴിഞ്ഞ് ഗുരു ആദ്യ സ്ഥലത്തേക്ക് മടങ്ങി. മഹർഷിക്ക് ടെലഗ്രാമുമായിട്ടൊരു പോസ്റ്റ്മാൻ അപ്പോൾ എത്തി. മഹർഷി അത് വായിച്ചു. കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിന് അനുഗ്രഹം ചോദിച്ചിട്ടുള്ള കത്താണ്. മഹർഷി മലയാളത്തിൽ സന്ദേശം എഴുതി മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഗുരുവിനെ അയച്ചു കൊടുത്തു. അത് വായിച്ച് ഗുരു പറഞ്ഞു, അയ്യോ കൊള്ളാം, മഹർഷി മലയാളം മനോഹരമായി എഴുതുന്നു എന്ന് പറഞ്ഞു. രമണാശ്രമത്തിനടുത്ത ഈശാന്യ മഠാധിപതി മഹാദേവസ്വാമിയും ഗുരുവിനെ തങ്ങളുടെ ആശ്രമത്തിലേക്ക് ക്ഷണിച്ചു. അവിടെ വന്നിട്ട് ഗുരു അവരുടെ ആശ്രമം സന്ദർശിച്ചു. ഗുരു കിട്ടിയ മധുരപലഹാരങ്ങളൊക്കെ അവർക്ക് കൊടുത്തു. തോട്ടത്തിൽ പൂ പറിക്കുന്ന ഒരു കുട്ടിയെ ഗുരു പ്രത്യേകം ശ്രദ്ധിച്ചു. ആ കുട്ടിയുമായിട്ട് കുറച്ചു നേരം സംസാരിച്ചു ഗുരു. പിന്നീട് ആശ്രമത്തിലൊരു അന്തേവാസിയോട് പറഞ്ഞു, അങ്ങ് ഈ കുട്ടിയെ പഠിപ്പിക്കണം, അവൻ വലിയ മനുഷ്യനാവും എന്ന് പറഞ്ഞു. ആ കുട്ടിയാണ് പിന്നീട് കോവിലൂർ മഠാധിപതിയായ നടേശസ്വാമി. ഗുരു രമണാശ്രമത്തിലേക്ക് തിരിച്ചുപോയി. വൈകിട്ട് 4 ചാമ്പമരത്തിൻ്റെ ചുവട്ടിൽ ഗുരു വിശ്രമിക്കുമ്പോൾ വിദ്യാനന്ദയോട് ഒരു കവിത എഴുതിയെടുക്കാൻ നിർദ്ദേശിച്ചു. അതാണ് രമണ മഹർഷിക്ക് ആദരവായിട്ടുള്ള നിർവൃതി പഞ്ചകം. മടങ്ങും മുമ്പ് വിദ്യാനന്ദ മഹർഷിക്ക് ഈ കാവ്യം അർച്ചനയായിട്ട് അർപ്പിച്ചു. ഇതാണ് നിർവൃതി പഞ്ചകം. പറയട്ടെ. കോ നാമ ദേശ കാ ജാതി പ്രവൃത്തി കാ കിയദ്വയ ഇത്യാദി വാദോപരിർദർ യസ്യ തസ്യേവ നിർവൃതി ആഗച്ഛ ഗച്ഛമാഗച്ഛ പ്രവിശ ക്വനു ഗച്ഛസി ഇത്യാദി വാദോപരിർദർ യസ്യ തസ്യേവ നിർവൃതി. 2 ശ്ലോകമായി.
ക്വ യാസ്യാസി കഥായാത കഥയാ ആയാസി കോസി വൈ ഇത്യാദി വാദോപരിധിർ യസേ തസ്യൈവ നിർവൃതി അഹം ത്വം സ്വയമന്തർഹി ബഹിരസ്തി ന വാസ്തി വ ഇത്യാദി വാദോപരിധിർ യസ്യ തസ്യൈവ നിർവൃതി ജ്ഞാതജ്ഞാതസമസ്വാന്യ ഭേദശൂന്യ കഥോഭിത ഇത്യാദി വാദോപരിധിർ യസ്യ തസ്യൈവ നിർവൃതി. ഇതാണ് നിർവൃതി പഞ്ചകം, 5 ശ്ലോകങ്ങൾ. ഇതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ പേര്, എവിടുന്നാണ്, എന്താണ് ജാതി, എന്താ ജോലി, എത്രയാണ് വയസ്സ്, ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് മുക്തനായവനാണ് നിർവൃതി. വരൂ, പോകരുത്, വരൂ, എങ്ങോട്ട് പോകുന്നു, ഇത്തരം ഭാഷണങ്ങളിൽ നിന്ന് മുക്തനായവനാണ് നിർവൃതി. എപ്പോഴാണ് പോയത്, എപ്പോഴാണ് വന്നത്, എവിടെ നിന്നാണ് വന്നത്, നിങ്ങളാരാണ്, ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് മുക്തനായവനാണ് നിർവൃതി. നീ, ഞാൻ, അവൻ, ഇവൻ, അകത്ത്, പുറത്ത് എന്നീ അന്വേഷണങ്ങളിൽ നിന്ന് മുക്തനായവനാണ് നിർവൃതി. ജ്ഞാതത്തോടും അജ്ഞാതത്തോടും സമദൂരം, അവനവനോടും അന്യരോടും സമഭാവന, എന്നിട്ടും എൻ്റെ ഈ വൈജാത്യം എന്നീ ചോദ്യങ്ങളിൽ നിന്ന് മുക്തനായവനാണ് നിർവൃതി. ഇതാണ് അവർ തമ്മിൽ ഉള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉണ്ടായത്. അവർ തമ്മിൽ ഈ കുശലമൊന്നുമില്ലല്ലോ. സ്വാമി എവിടെ നിന്ന് വന്നു, എങ്ങനെ? അതെ അതെ, കാരണം ഇവർ മുക്തരായ മനുഷ്യരാണ് രണ്ടുപേര്. സാധാരണ നമ്മൾ ഓർക്കും ഒരാൾ അതിഥിയായിട്ട് വന്നാൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ, വിളിക്കണം, അകത്തുകൊണ്ട് വേണം, ഇരിക്കണം, ഭക്ഷണം കഴിക്കണം, സംസാരിക്കണം. ഇതിന് ഒരാൾ വന്നു, ഒരാൾ ചാമ്പച്ചോട്ടിലിരുന്നു, ഭക്ഷണം കഴിക്കാൻ വിളിച്ചു, പോയില്ല. അവസാനം മറ്റേയാളത് കഴിക്കാമെന്ന് പറഞ്ഞു, പോയി കഴിച്ചു. പിന്നെയും രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി. കുശലമില്ല, അന്വേഷണമില്ല, സ്നേഹമില്ല, കെട്ടിപ്പിടുത്തമില്ല. അതാണ് അത്. എന്തുകൊണ്ടാണെന്നുള്ള ഉത്തരവാണ് നിർവൃതി പഞ്ചകം. നിർവൃതി പഞ്ചകം എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരു 1928 ശിവഗിരിയിൽ അസുഖബാധിതനായപ്പോൾ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ രമണ മഹർഷി പളനിസ്വാമിയെയും കുഞ്ചുസ്വാമിയെയും അയച്ചു കൊടുത്തു. പാലക്കാട്ട് നിന്ന് 20 വയസ്സിൽ മഹർഷിക്കൊപ്പം നിൽക്കാനെത്തിയതാണ് ഈ കുഞ്ചുസ്വാമി. നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 12 കൊല്ലം മഹർഷിക്കൊപ്പം ഉണ്ടായിരുന്നു. നാരായണ ഗുരു പരമ്പരയിലെ സേലം ശാന്തിലിംഗ സ്വാമികൾ, അച്യുതാനന്ദ, നടരാജഗുരു, മംഗളാനന്ദ, നിത്യചൈതന്യയതി, ജ്ഞാനാനന്ദ ഇവരൊക്കെ രമണ മഹർഷിയെ കണ്ടിട്ടുണ്ട്. നാരായണ ഗുരു ശിഷ്യരായ ഗോവിന്ദാനന്ദയും ആത്മാനന്ദയും കാഞ്ചീപുരത്തെ ആശ്രമത്തിൽ നിന്ന് രമണ മഹർഷിക്ക് ഔഷധങ്ങൾ അയച്ചു കൊടുക്കുമായിരുന്നു. നാരായണ ഗുരുവിൻ്റെ 1916 സന്ദർശനത്തിനെ പറ്റി കൂടുതൽ അറിയാൻ മംഗളാനന്ദ പിന്നീട് രമണ മഹർഷിയെ കണ്ടു. അപ്പോൾ മഹർഷി പറഞ്ഞു, ഗുരു മഹാനാണ്, അദ്ദേഹം എന്നോടൊന്നും സംസാരിച്ചില്ല, അദ്ദേഹത്തിന് എല്ലാം അറിയാമായിരുന്നു എന്ന് പറഞ്ഞു. മഹർഷിയുടെ ഭക്തനായ ബാലാനന്ദ ഒരിക്കൽ ഗുരു എഴുതിയ ആത്മോപദേശ ശതകം മഹർഷിയെ വായിച്ചു കേൾപ്പിച്ചു. വായന മുന്നേറിയപ്പോൾ മഹർഷി തുടകളിൽ താളം പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അപ്പടിത്താൻ അപ്പടിത്താൻ, അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഭാഗമെത്തിയപ്പോൾ മഹർഷി പറഞ്ഞു, എല്ലാം തെരിഞ്ചവർ, എല്ലാം തെരിഞ്ചവർ, എല്ലാം അറിയാവുന്ന ആള് എന്ന് പറഞ്ഞു. മധ്യഭാഗം എത്തിയപ്പോൾ മഹർഷി എഴുന്നേറ്റ് ഉദ്ഘോഷിച്ചു, പെരിയോർകൾ പെരിയോർകൾ, മഹാനുഭാവൻ മഹാനുഭാവൻ, രോമാഞ്ചം വരുന്നു എന്ന് പറഞ്ഞു. ഗുരുക്കന്മാർ തമ്മിൽ കണ്ടപ്പോൾ ഒന്നും സംസാരിച്ചില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ആത്മാക്കൾ പരസ്പരം തിരിച്ചറിയാണ്. ആത്മാക്കൾക്ക് എന്തൊരു നാവ്, ശബ്ദം ആന്തര വിനിമയമാണ് നടക്കുന്നത്. അവർ തമ്മിൽ കാണുന്നത് അദ്വൈത മുഹൂർത്തവുമാണ്. അതീവ ധന്യമാണ് നമ്മുടെ ഈ എപ്പിസോഡ്. രാമേന്ദ്രൻ സാറിന് മുഴുവൻ പ്രേക്ഷകരുടെ പേരിൽ ഞാൻ ഇതാദ്യമായി നന്ദി പറയുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.